ഹായ്, സിന്ധു സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് 2 തരം സൂപ്പുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പം നോൺ വെജുകാർക്കും ഉള്ളതുണ്ട്, വെജിറ്റേറിയൻകാർക്കും ഉള്ളതുണ്ട്. അപ്പോൾ 2 തരം സൂപ്പുകളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് എങ്ങനെയൊക്കെയാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം നമ്മളിന്ന് 2 തരം സൂപ്പുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കേട്ടോ. അപ്പം ഓട്സ് വെച്ചിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പും ഓട്സ് വെച്ചിട്ട് ഒരു ചിക്കൻ സൂപ്പും, ഓട്സ് ചിക്കൻ സൂപ്പും ഒരു വെജിറ്റബിൾ സൂപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു വെജിറ്റബിൾ സൂപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. അപ്പോൾ ഇത് ഒരു 1.5 കപ്പ് സൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഓട്സ്, ഇത് പൊടിയായി ഇങ്ങനെ പൊടിയായിട്ടുള്ള തരം ഓട്സാണ് കേട്ടോ. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട്, ഇനി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് ഇത് നൈസായിട്ട് അരിഞ്ഞതും, ക്യാപ്സിക്കം ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞു, കാബേജ് ഇതുപോലെ, ഇതൊക്കെ നമ്മുടെ ഇതിനാവശ്യമുള്ളത് മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ചെന്നുള്ളൊരു കണക്കാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്, ഇതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. ഇത് 1 ടേബിൾ സ്പൂണ്. ഇത് 1 ടീസ്പൂൺ എന്ന കണക്കിൽ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓട്സ് സൂപ്പ് ആദ്യം ഉണ്ടാക്കാം. ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ ഒരു ലേശം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നമ്മൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഒരു എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കി ഇടണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കാം, ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം, പിന്നെ ക്യാബേജ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കുരുമുളക് പൊടിയാണ് ഇതിനകത്തുള്ളൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഓട്സ് ഉള്ളത് കൊണ്ട് അതൊന്ന് കുറുകി വരുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചിക്കൻ ഓട്സ് സൂപ്പ് ഉണ്ടാക്കാം. അതിനായിട്ടും ഇതേപോലെ തന്നെ ഒരു 1.5 കപ്പ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഓട്സ്, പിന്നെ നമ്മളിതാ ഒരു ടേബിൾ സ്പൂൺ 1.5 വരും. അതുപോലെ നമ്മൾ ഈ ചിക്കന് നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടണം. അപ്പോൾ ഇതൊരു 1.5-2 ടേബിൾ സ്പൂണാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാലും മതി കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതും
ക്യാപ്സിക്കം നൈസായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞത്, ഒരു ലേശം വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. ചീഞ്ചട്ടി ചൂടായി, അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഇതൊരു ലേശം ഇട്ടാൽ മതി കേട്ടോ, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്. പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കൊത്തി അരിയണേ. നമ്മുടെ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുകയാണ്. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കേട്ടോ ചേർക്കുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത്, ക്യാപ്സിക്കം, പിന്നെ ഇതാ ചിക്കനും ചേർക്കുകയാണ് കേട്ടോ. ചിക്കനും ഒരു ലേശം ചേർത്താൽ മതി, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം. കൂടുതൽ ചിക്കൻ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ലേശം ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പിന് ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഓട്സ് ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊരു കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ 2 സൂപ്പുകളും റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ സൂപ്പ്, ഞാൻ മല്ലിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചിക്കൻ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് വെജിറ്റബിൾ സൂപ്പും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. പിന്നെ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഓക്കെ.